സോ ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ അടുത്ത വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡിലേക്ക് ഉണ്ടാകുമോ എന്ന് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫോം എന്ന് പറയുന്നത് വളരെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന്. കാരണം ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ അത്തരത്തിലൊരു പ്ലെയറാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിഗ് ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മ, രാഹുൽ ദ്രാവിഡ് പിന്നെ സെലക്ടേഴ്സ് എല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ ഒരു മീറ്റിങ്ങിൽ അവർ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂടുതൽ ബോളിംഗ് അവസരങ്ങൾ നൽകണമെന്നാണ്. സോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ കുറച്ചധികം ബോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആകാശ് മധുവാലിന് ബോളിംഗ് കൊടുക്കാതെ അവസാനം ഓവർ കഴിഞ്ഞ ദിവസം അദ്ദേഹമാണ് അറിഞ്ഞത്. അത് നല്ല രീതിയിൽ ധോണിയുടെ അടിയും മേടിച്ച് പറ്റിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ സംശയമാണ് ഹാർദിക് പാണ്ഡ്യ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും പ്രവീൺ ദുബെയുടെ പേരൊക്കെ പറഞ്ഞേക്കുന്നു. ഒരു പക്ഷേ പ്രവീൺ ദുബെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് വരാം. സോ അല്ലാതെ തന്നെ പ്രവീൺ ദുബെയ്ക്ക് നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോഴത്തെ മീറ്റിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് ഏതാണ്ടൊക്കെ കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ കൂടുതൽ ബോളിംഗ് അവസരം നൽകണമെന്ന് അവർ പറഞ്ഞത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.